എല്ലാ ഉയർച്ചയും അവർക്ക് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഏത് ഒരു ഇനോഗ്രൽ സെറമണിയും ഹൃദയത്തിന് വിളിക്കും ഞാനിപ്പോൾ. കാരണം നമ്മളെ എന്തോ ഒന്ന് വിശ്വസിച്ചേൽപ്പിച്ച പോലെയാണ് എൻ്റെ മനസ്സിലൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഇനോഗ്രേഷൻ എന്ന് പറയുമ്പോൾ. വെറുതെ എനിക്ക് പൈസക്ക് വേണ്ടി വരുന്ന ഒരു ചടങ്ങായിട്ട് മാത്രമല്ല ഞാൻ അതിനെ കണക്കാക്കാറുള്ളത്. ഞാൻ എപ്പോഴും വരുമ്പോൾ അതിൻ്റെ ഓണേഴ്സിനെയും അവരുടെ പേരൻസിനെയും ഒക്കെ കാണും. അപ്പം അവരുടെയൊക്കെ മുഖത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു നടനോ നടിക്കോ ആ ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ പൈസയൊക്കെ മുടക്കി ഇതൊക്കെ ഇവിടം വരെ എത്തിച്ച് തലേദിവസം വരെ ടെൻഷൻ അടിച്ച് ആ നിൽക്കുന്ന ഓണേഴ്സിനും അവരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രാർത്ഥന, അത് ഞാൻ പലപ്പോഴും നേരിട്ട് നിന്ന് നോക്കി കാണാറുണ്ട്. ആ പ്രാർത്ഥന നേരിട്ട് കാണുമ്പോൾ അറിയാതെ ഞാൻ മനസ്സിൽ വിചാരിക്കും, ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ പേര് ഗുരുവായൂരപ്പനായതുകൊണ്ട് ഞാൻ വിചാരിക്കും ഗുരുവായൂരപ്പ അവർക്ക് നല്ലത് വരുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം ആ എത്രയോ നാളത്തെ അവരുടെ പ്രാർത്ഥനയുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമാണ് ഒരു സ്ഥാപനം. ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് എന്താ പറയുക അവരുടെ ജീവിത മാർഗമായി മാറുന്നുണ്ട് അല്ലേ. നമ്മുടെ നാടിന് തന്നെ വലിയൊരു അസറ്റാണ് ബിസിനസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഏത് സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിലും അവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും GTHനും എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്ത് നിന്ന് നേർന്നുകൊണ്ട് ഔപചാരികമായി GTHന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. അടുത്തതായി യാത്രകളാണ്. യാത്രകൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളേറെയും. ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് ഈ ട്രാവൽസിനാണ്. പക്ഷെ കോവിഡിന് ശേഷം ഏറ്റവും അധികം ഫ്ലറിഷ് ആയതും ട്രാവൽസ് ഇൻഡസ്ട്രിയാണ്. വൈ? ബിക്കോസ് കോവിഡ് വന്നപ്പോൾ റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ട് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കോവിഡ് കഴിഞ്ഞപ്പോൾ വീട്ടിലൊന്നിരുന്ന് തന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് തന്നെ തോന്നി, ഒരു യാത്ര പോലും പോവാതെ എന്തിനെങ്ങനെ ജീവിക്കുന്നത്? നാളെ ഒരു കോവിഡ് വന്നാലോ, നാളെ ഒരു വെള്ളപ്പൊക്കം വന്നാലോ, നാളെ ഒരു ഭൂമി ഒന്ന് കുലുങ്ങിയാലോ, തീരാനുള്ളതേ ഉള്ളൂ നമ്മൾ മനുഷ്യൻ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? യാത്രകൾ പോവാ, ആ യാത്രകൾക്കൊപ്പം നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുക. അതിനോടൊപ്പം നമുക്ക് പിന്നെ അനങ്ങാൻ വയ്യാത്തൊരു സമയമാകുമ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് പോകാൻ ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും, നമ്മൾ കുറേ സമ്പാദിച്ചു കഴിയുമ്പോൾ. പക്ഷെ ആ പൈസ കിട്ടിക്കഴിയുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ശരീരം അനങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ ശരീരം അനുസരിക്കുന്ന ഈ പ്രായത്തിൽ പോകാനുള്ളതൊക്കെ പോവുക, കാണാനുള്ളതൊക്കെ കാണുക. ഒറ്റയ്ക്കും വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് മനസ്സിന് കൂട്ടായിട്ട് കുറേ ഓർമ്മകൾ ഉണ്ടാവട്ടെ നമുക്ക്. കുറേ രാജ്യങ്ങൾ കണ്ട, കുറേ മനുഷ്യരെ പരിചയപ്പെട്ട, കുറേ സ്ഥലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച, കുറേ രസകരമായ കാഴ്ചകൾ കണ്ട അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. യാത്രകൾ പോകുന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷെ യാത്രകൾ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് കൂട്ടുകൂടി വേണം. നല്ല കൂട്ടുകാരുടെ ഒത്ത് പോകുമ്പോഴായിരിക്കും നല്ല രസം ഉണ്ടാവുക. നമ്മൾ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭാര്യയാവാം, ഭർത്താവാകാം, കുട്ടികളാവാം, ഒക്കെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ കൂട്ടുകാർ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുടുംബങ്ങളല്ല, എനിക്ക് അച്ഛനും അമ്മയുടെയൊക്കെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പം, കുട്ടികളോടൊപ്പം, കൂട്ടുകാരോടൊപ്പം ഒക്കെ എല്ലാവർക്കും യാത്ര പോകാൻ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ഈ അടുത്തായിട്ട് ഞാൻ കണ്ട വലിയൊരു ട്രാവൽസ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റഗ്രാം അങ്ങനെയൊക്കെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ കണ്ട ഏറ്റവും വലിയ മാറ്റം പ്രായമായവർ യാത്ര പോകുന്നുള്ളതാണ്. എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അവരുടെ യാത്ര കാണുമ്പോൾ. ഒരു മകൻ അമ്മയും കൂട്ടി യാത്ര പോകുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരുടെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഒരു മകൻ അമ്മയും കൂട്ടി യാത്ര പോകുന്ന വീഡിയോ കണ്ടപ്പോൾ കൊതിയായിപ്പോയി. അങ്ങനെ ഒരു മകൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനെ ഒരു മകനായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് തോന്നില്ലേ അങ്ങനെ എന്ന് പറയണ പോലെ യാത്ര പോകാൻ പ്രായമുള്ളവരും ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. എൻ്റെ അമ്മ വളരെ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ അമ്മയും അച്ഛനും ഇതുവരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഇനിയും കൊണ്ടുപോകും. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ഈ ട്രാവൽസ് ഇൻഡസ്ട്രി, നിങ്ങളുടെ ട്രാവൽസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിസിനസ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചില മനുഷ്യരെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചു കഴിയുമ്പോൾ
പൈസക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിക്ക് അപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനുഷ്യരുടെ മനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ അതിനേക്കാൾ വലിയ പുണ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നന്മയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് സന്തോഷം എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു.